ഹായ്, വെൽക്കം ടു അപ് ടോക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 25 വർഷമായി സീനിയർ LIC അഡ്വൈസറായി പ്രവർത്തിക്കുന്ന സിന്ധു സദാനന്ദൻ. വെൽക്കം. താങ്ക് യു ഹരിത. 25 വർഷമായി ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. ഈ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? നല്ല ജേണിയായിരുന്നു. 25 വർഷമായിട്ട് എന്താ പറയുക, നല്ലൊരു ബിസിനസ്സൊക്കെ അച്ചീവ് ചെയ്ത്. ഒരു 2001 ഫെബ്രുവരിയിലാണ് ഞാൻ ഏജൻസി എടുത്തത്. 2010 കാലഘട്ടത്തിൽ നല്ല ഹൈ ലെവൽ ബിസിനസ് സിന്ധു സദാനന്ദൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണ ഒരു വ്യക്തിയായി എനിക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ ബിസിനസ് ഇപ്പോഴും ഈ 2026 കാലയളവിലും എനിക്ക് പൂർത്തീകരിക്കാൻ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ തുടർന്ന് ഇങ്ങനെ 25 വർഷമായിട്ട് ഇപ്പം ഞാൻ ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ കസ്റ്റമർ ചോദിക്കും, ഇത്ര 25 വർഷമൊക്കെ ആയില്ല, ഇനി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം നല്ലൊരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ചെയ്യണത്. അത്രയും നമ്മൾ ആളുകളോട് ഇടപഴകിയാലാണല്ലോ ആ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യാനും ആളുകളെ സഹായിക്കാനും പറ്റണമല്ലോ. ഒത്തിരി ജനങ്ങൾക്ക് അതൊരു സഹായവുമാണ്. ഇപ്പം ഞങ്ങളൊക്കെ റെസ്റ്റ് ഇരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ആളുകളൊക്കെ എത്രയോ പേര് ഇൻഷുറൻസ് എടുക്കാൻ വിഷമം ഉള്ളവരെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അത് ചിലപ്പോൾ എനിക്ക് പറ്റണത് വേറെ ഒരു പുതിയ ഏജന്റിന് ചിലപ്പോൾ പറ്റണം എന്നില്ലല്ലോ. നമ്മളൊക്കെ അത്രയും സീനിയോറിറ്റി ആയ ആളുകൾക്ക് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. 2009 ആയപ്പോഴത്തേക്കും CMS ക്ലബ്ബ് LIC ഒരു ഉയർന്ന ക്ലബ്ബാണ് CMS. അത് കഴിഞ്ഞ് 2006 MDRT ക്വാളിഫൈ ചെയ്തായിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് ഈ 2026 വരെ LIC ഏറ്റവും വലിയ ഉയർന്നൊരു ക്ലബ്ബാണ് MDRT ക്ലബ്ബ്. അത് അച്ചീവ് ചെയ്ത് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കോർപ്പറേറ്റ് ക്ലബ്ബ്, അതും ഉയർന്ന ക്ലബ്ബാണ്. ലേറ്റസ്റ്റ് ഒരു മീറ്റിംഗ് ജപ്പാനിൽ വെച്ച് അറ്റൻഡ് ചെയ്യാനും LIC നിന്ന് പോകാൻ പറ്റി. ഈ ക്ലബ്ബ് അച്ചീവ് ചെയ്താണ്. നല്ല എല്ലാ അച്ചീവ്മെന്റും ഈ LIC വഴിയാണ്. ഇപ്പൊ 2026 എത്തി നിൽക്കുമ്പോൾ 25 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ മുമ്പത്തെ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോ LICക്ക് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന് ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് കൂടിയിരിക്കുന്നത്? ഇപ്പൊ ആളുകൾക്കൊക്കെ അവയർനെസ്, അതായത് അറിയാം LIC വേണം. ഒരു സാധാ ആളുകളാണെങ്കിൽ എനിക്കൊരു എൻ്റെ ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് കുട്ടിയുടെ വിദ്യാഭ്യാസ സമയത്ത് ഒരു എമൗണ്ട്, അതായത് ഇപ്പൊ നമ്മൾക്ക് പൈസ ഉണ്ടാവും, എന്നും ഇത് നിലനിൽക്കുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ പണിയെടുത്താൽ ജോലി ചെയ്ത് നല്ല സമ്പാദ്യമുള്ള സമയത്ത് നമ്മൾ കുറച്ച് പൈസയെങ്കിലും മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴാണ് ഈ പൈസ കയ്യിലുണ്ടാവും, ഇങ്ങനെ നിലനിൽക്കണമെന്നില്ല. ആ സമയത്ത് ഇത് ഉപകരിക്കും. അപ്പം നമ്മൾ അന്നേരം ലോൺ എടുക്കുക. ഇപ്പം നമ്മൾ ചെറുപ്രായത്തിൽ നമ്മൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതേസമയം ഒരു പ്രായമായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു 20-25 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ പ്രായമായിട്ടുണ്ടാവും. അപ്പം ആ അച്ഛനും അമ്മയും ലോണിനും ബാങ്കുകളൊക്കെ കയറി നടക്കാൻ ഇട വരാതിരിക്കാൻ പറ്റും അവർക്ക്. ഇപ്പോഴേ ഒരു നല്ല LICയിൽ നല്ല പ്ലാനുകളുണ്ട്. അതായത് ആജീവനാന്തം വരുമാനം കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഷോർട്ട് ടൈം, ഇപ്പോൾ ഒരു 5 വർഷമൊക്കെ അടുത്തിട്ട് ലൈഫ് ലോങ് ഇയർലി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കാം. ആ അച്ഛനും അമ്മയ്ക്കും അതൊരു ലാസ്റ്റ് ഒരു ഇൻകം പ്ലാൻ ആയിട്ട് എവറി ഇയർ ഒരു എമൗണ്ട് LIC. അതായത് നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് ഉണ്ട്, ബ്രോക്കറേജ് ഉണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ട്. അതേസമയം ഈ LIC പോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അതിന് ഒരു ബ്രോക്കറേജ് കൊടുക്കേണ്ട, ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഇല്ല. നമ്മൾ നല്ല ക്യാഷ് ഉള്ള സമയത്ത് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നമുക്ക് എപ്പോഴാണോ മനുഷ്യന് ഇപ്പൊ ചിത്ര സിനിമയിലെ പിടിച്ച ആള് ദാരിദ്ര്യത്തിലാ മരിച്ചെന്ന് പറയണ. ഞങ്ങള് ഇപ്പോഴും ദാരിദ്ര്യം എന്തോ പറയണ്ട LICയിൽ. ആർക്കും അങ്ങനെ എപ്പോഴും ഒരു ഉയർന്ന പൊസിഷൻ നിലനിൽക്കണമെന്നില്ലല്ലോ. ഉള്ള സമയത്ത് കുറച്ച് പൈസ ഇങ്ങനെ ചെറിയ എമൗണ്ടുകൾ മാറ്റി വെച്ചാൽ ഒരു വലിയ എമൗണ്ടായി കിട്ടുമ്പോൾ അതൊരു സന്തോഷം തന്നെയായിരിക്കും. അപ്പൊ ആളുകൾക്കും അത് നല്ലതാണ്. കാരണം നമുക്കൊരു പ്രൊട്ടക്റ്റും നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരു നല്ല ആരോഗ്യം എപ്പോഴാ മനുഷ്യന് പോണത്, അല്ലെങ്കിൽ അപകടങ്ങളിലേക്കും ഒരു അസുഖം അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നാൽ LIC പോലെയുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. LIC ഒക്കെ എടുക്കണമെങ്കിൽ ഒന്ന് ചെറു പ്രായമായിരിക്കണം, പിന്നെ രണ്ടാമത് എത്ര വയസ്സായാലും കുഴപ്പമില്ല, ആരോഗ്യം നിലനിൽക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം നല്ല ഫുഡുകളാണല്ലോ. അപ്പം ആളുകളുടെ ആരോഗ്യവും എല്ലാം നോക്കിയാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു LIC കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റണേ. ഇപ്പം LIC കറക്റ്റായിട്ട് അടഞ്ഞു പോണ ഒരാൾക്ക് എനി ടൈം പെട്ടെന്നൊരു എമർജൻസി ഫണ്ട് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ലോൺ എടുക്കാം. അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ 2 മക്കളെ എഞ്ചിനീയർ കഴിഞ്ഞ് ആ സമയത്തൊന്നും ഞാൻ ലോൺ എടുത്തിട്ടില്ല. കാരണം എൻ്റെ LIC പോളിസി കുറേ LIC എടുത്ത് കൂട്ടിയേക്കണം. കാരണം പൈസ ക്യാഷ് ഇല്ല എന്ന് പറയുമ്പോൾ അപ്പം LICയിലെ ഓഫീസർമാർ അല്ലെങ്കിൽ സ്റ്റാഫൊക്കെ പറയും, ആ പോളിസി ഒരെണ്ണം കൂടെ കൊണ്ടാ പൈസ കിട്ടൂലേ. ഈ ഇൻഷുറൻസിനെ കുറിച്ച് ആളുകൾക്ക് എപ്പോഴും കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തൊക്കെയാ അങ്ങനെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ?
അതായത് ഞങ്ങളിപ്പോൾ കസ്റ്റമറെ കാണുമ്പോൾ മെയിനായിട്ട് അവർ പറയണേ എനിക്കിപ്പോൾ ആവശ്യത്തിന് ക്യാഷ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇൻഷുറൻസ് എടുക്കുന്നത്. അത് അവർ അറിയുന്നില്ല. ഈ ക്യാഷ് എത്ര നാൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കും സേഫ്റ്റി ആയിട്ട്. അതായത് ഈ ക്യാഷ് ഉള്ള സമയത്ത് അവർ പോലും അറിയില്ല. കുറച്ച് പൈസ അവർ മാറ്റി വെച്ചാൽ അവർ നാളെ തന്നെ അത് സന്തോഷിക്കും. അയ്യോ ഞാൻ അന്ന് അത് മാറ്റി വെച്ചത് കൊണ്ട്. കാരണം എന്നോട് കസ്റ്റമർ പറയണതാണ്, ഇപ്പോൾ നല്ലൊരു എമൗണ്ട് ഒക്കെ മെച്യൂരിറ്റി കൊടുക്കുമ്പോൾ അവർ പറയണേ അന്ന് ഇത് ചെയ്തത് നന്നായി, അതായത് കുറച്ചുകൂടി കൂട്ടി വയ്ക്കാമായിരുന്നു. അതായത് എമൗണ്ട് കുറച്ചുകൂടി ഇപ്പോൾ ഒരു 5 ലക്ഷവും 2 ലക്ഷമൊക്കെ എടുത്തേക്കുന്ന ആളുകൾ മെച്യൂരിറ്റി കിട്ടുമ്പോൾ പറയണേ കുറച്ച്, അതായത് ഒരു 10 ലക്ഷമൊക്കെ എടുക്കാമായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടിയാണ്. പിന്നെ ഈ വർഷം ഈ ഇത്ര കൊല്ലം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച വഴി തന്നെ ആ കുട്ടി വളരണില്ലല്ലോ. ആ കുട്ടി എത്ര കൊല്ലം കൊണ്ടാണ് വളരണേ. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു ജനിച്ച് വീഴുന്ന ഒരു കുട്ടിയുടെ പേരിൽ ഞങ്ങൾ പറയുമ്പോൾ ആ കുട്ടിയുടെ ഓരോ സ്റ്റെപ്പിലും LIC പൈസ കൊടുക്കുന്ന രീതിയിലുണ്ട്. ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ തുടങ്ങി ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വരെ കൊടുക്കുന്ന രീതിയിലാണ് LIC ഒരേ പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ടൈം കൊടുത്താൽ അത് പറ്റില്ലല്ലോ. ഒരു 5 വർഷം കൊണ്ടൊക്കെ അപ്പം തന്നെ പൈസ കിട്ടി അത് തീർന്നു പോകും. അതേസമയം ചെറിയ കുട്ടികളുള്ളവർക്ക് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലോങ് ടൈം തന്നെയാണ് ബെറ്റർ. അതായത് അപ്പം അവർക്ക് എന്ത് ഇത്രയും കൊല്ലം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. അത് നമ്മുടെ കയ്യിൽ ക്യാഷ് എന്നും നമ്മുടെ കയ്യിൽ ഇരിക്കില്ലല്ലോ. അത് എപ്പോൾ വേണമെങ്കിലും തീർന്നു പോകാം. അതായത് അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഷുറൻസിലൊക്കെ നമ്മൾ കുറച്ച് പൈസ മാറ്റി വെച്ചാൽ അത് അവിടെ കിടന്ന് വളരുക. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ അത് അടച്ചു പോകും. അത് ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ കിട്ടും. അതാരും മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമ്പോഴാണ് അന്ന് എനിക്കൊരു ഇൻഷുറൻസ്, ഇപ്പോൾ മെഡിക്ലെയിം ആയിക്കോട്ടെ LIC ആയിക്കോട്ടെ, എന്തും ഒരു അസുഖം വരുമ്പോഴാണ് എന്നെ അധികം സമീപിക്കുന്ന ആളുകളും മെഡിക്ലെയിമിനോ അല്ലെങ്കിൽ എന്തിനും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരുമ്പോഴാണ് എനിക്കൊരു LIC എടുക്കണം. ആ കംപ്ലൈന്റ് വരുമ്പോൾ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. ആ കംപ്ലൈന്റ് ഇല്ലാത്ത സമയത്ത് അതാണ് ഞങ്ങൾ ആളുകളോട് നമ്മൾ ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ ഇപ്പം മണി വാല്യൂ ഇല്ലല്ലോ ഇത്രയും കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ പറയും ആളുകൾ. മണി വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് അങ്ങനെയല്ലേ. ഇപ്പം ഇന്ന് നമ്മളൊരു മാസം ഒരു 10,000 രൂപ അടയ്ക്കുമ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ആ 10,000-നും വാല്യൂ കുറവല്ലേ. നമ്മളപ്പോൾ 10,000 വെച്ച് അടയ്ക്കുമ്പോൾ ഒരു 20 കൊല്ലമാകുമ്പോൾ ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് കിട്ടുമ്പോൾ അത് ഒന്നിച്ച് കിട്ടുക. ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആണ് ആളുകളുടെ കയ്യിൽ നിന്ന് പോണത്. അപ്പൊ അതൊരു ബെനിഫിറ്റ് തന്നെയാണല്ലോ. ഒരു ബൾക്കായിട്ട് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി പറഞ്ഞാൽ ഒരു 21 വർഷമാകുമ്പോഴത്തേക്ക് ആ 10 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷത്തിൽ ഒരു 70,000 അല്ലെങ്കിൽ ഒരു 60,000 ഒക്കെ എമൗണ്ട് ആളുകൾ അടയ്ക്കും. 60,000 രൂപയ്ക്ക് ഈ 20 കൊല്ലം വരുമ്പോഴും കുറവാണല്ലോ അവർ അടയ്ക്കണത്. ഒന്നിച്ചാണ് ഒരു 21 ലക്ഷം അല്ലെങ്കിൽ 22 ലക്ഷം LIC കൊടുക്കുന്നത്. ആ സമയത്ത് ഒരാൾക്കൊരു പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരു ഇൻഷുറൻസ് ചില ആളുകൾ ചെലവായിട്ട് കാണും, ചില ആളുകൾ നിക്ഷേപമാണെന്ന് കാണും. ചെലവാണോ നിക്ഷേപമാണോ? ചെലവല്ല. ഇൻഷുറൻസ് ഒരിക്കലും ഒരു ചെലവല്ല. അതൊരു നിക്ഷേപം ആകാം. കാരണം നിക്ഷേപമാണല്ലോ. ഒരു 5 വർഷമൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് എത്ര കാലം ആൾ ജീവിച്ചിരിക്കണം അത്രയും കാലം ആൾക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. വെറും 5 വർഷം അടയ്ക്കണുള്ളൂ. അയാൾക്കൊരു 10 കൊല്ലാകുമ്പോഴത്തേക്ക് അടച്ച പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ പൈസ ഒന്നും അവിടെ ഇല്ല. ലൈഫ് ലോങ് അങ്ങേർക്ക് ഒരു ഇൻകം പോലെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു നിക്ഷേപം തന്നെയല്ലേ. അത് നമ്മളെ കയ്യിലുള്ള സമയത്ത് നമ്മൾ കുറച്ച് പൈസ 5 വർഷത്തേക്ക് അടയ്ക്കണം. അപ്പൊ ചിലപ്പോൾ NRI ആയിരിക്കും, അവർ ചിലപ്പോൾ 5 കൊല്ലമായിരിക്കും പുറത്തൊക്കെ പോയി നിൽക്കണം. ആ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ 20 ലക്ഷം എത്ര വേണമെങ്കിലും മാറ്റാൻ പറ്റും. അതവർക്ക് ജീവിതകാലം മുഴുവൻ കിട്ടുമ്പോൾ അതൊരു നിക്ഷേപം തന്നെയല്ലേ. അതെ. ഒരു എവിടെ നിന്നാണ് ഇൻഷുറൻസിന്റെ ഒരു പ്ലാൻ തുടങ്ങേണ്ടത്? എന്തൊക്കെയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിക്കേണ്ടത്? ഒരാളെപ്പോഴും ആളുടെ ആരോഗ്യമുള്ള സമയത്ത്, അതായത് ഒരു ജോലി കിട്ടി ആ ജോലി ഫസ്റ്റ് ഇപ്പോൾ ഒരു ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെയാണ് ഇൻഷുറൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയമാണല്ലോ വരുമാനമുള്ള സമയം. ആ സമയത്ത് തന്നെയാണ് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ ആരും കൊടുക്കാൻ വേണ്ടി. ഇപ്പം ചെറിയ കുട്ടികൾക്ക് പോലെ സ്ട്രോക്ക് ഒരു അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. എപ്പോഴും ഫസ്റ്റ് നമ്മൾ ജോലിക്ക് കയറുന്ന സമയം തന്നെ ഒരു LICയും ഒരു മെഡിക്ലെയിമും ചിന്തിക്കേണ്ട സമയം തന്നെയാണ്. എപ്പോഴാണ്? അപ്പൊ ഏതൊരു പ്രായത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രായമില്ല. കാരണം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തൊട്ട് പോളിസി എടുക്കാലോ. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കുടെ പേരിൽ എടുക്കാം. അപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും കവറേജ് കൊടുക്കും. കാരണം കുട്ടിയുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ അടയ്ക്കുന്ന ആൾ ചിലപ്പോൾ ഫാദറോ അല്ലെങ്കിൽ മദറോ ആയിരിക്കും. അപ്പൊ അവർക്ക് ഞങ്ങൾ പ്രീമിയം വേവർ ബെനിഫിറ്റ് കൊടുക്കും. അതായത് ആ പോളിസി കാലാവധിക്കുള്ളിൽ ഈ കുട്ടിയുടെ പ്രീമിയം അടയ്ക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രീമിയം അടയ്ക്കാൻ ആള് വേണം. അപ്പൊ അത് LIC അടയ്ക്കും. അതിനാണ് പ്രീമിയം വേവർ ബെനിഫിറ്റ് ചേർക്കും. അപ്പൊ പ്രീമിയം LIC അടയ്ക്കും, കുട്ടിക്ക് ആവശ്യത്തിനുള്ള പൈസ LIC കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്ലാനും ഉണ്ട് LICയുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ഉം. എന്തൊക്കെയാ ചെയ്യാൻ സാധിക്കുക? അതിന് നമ്മളൊരു നല്ല, അതായത് ആളുടെ ഒരു വരുമാനമുള്ള ആൾക്കാരുടെ ഇൻകത്തിന്റെ 10 ഇരട്ടി മുതൽ 35 ഇരട്ടി വരെയും ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അപ്പൊ ആളുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് അവരുടെ എത്ര ഇൻകം ഉണ്ട്, അവർക്ക് ഇപ്പോൾ ഒരു വർഷം എത്ര ഇൻകം ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ പോളിസി എടുക്കുന്നത്. ഇപ്പൊ നല്ല ഇൻകം ഉള്ള ആൾക്ക് ഒരു വരുമാനത്തിന്റെ 35 ഇരട്ടി വരെ, ആളുടെ ഏജും ഒക്കെ നോക്കണം, വരുമാനവും ഏജ് ഒക്കെ നോക്കിയാണ് പോളിസി കൊടുക്കണേ. ഈ ടേം ഇൻഷുറൻസ് അതുപോലെ ട്രഡീഷണൽ പ്ലാനും ആ. ഇത് തമ്മിൽ എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? Term- അതുപോലെ തന്നെ ഇതിൽ ഏതാണ് കുറച്ചുകൂടെ ബെറ്റർ? അങ്ങനെ പറയാൻ പറ്റില്ല. ടേം ഇൻഷുറൻസിന് അതിൻ്റെതായ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ട്രഡീഷണൽ പ്ലാനിന് അതിൻ്റെതായ വേറെ. അതായത് പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം, നമുക്കൊരു, അതായത് ഒരു അത്യാവശ്യം, നമുക്കിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുട്ടികളെ രണ്ടുപേരും പഠിപ്പിച്ച സമയത്ത് LICന്ന് ലോണായിരുന്നു. ഒരു ഇടയ്ക്കിടയ്ക്ക് പോയി ലോൺ എടുക്കും, കുറച്ച് പൈസ ഇത് അടച്ചത് ലോൺ തീരും. മറ്റേ ടേം ഇൻഷുറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രീമിയം ആണ്, കവറേജ് കൂടുതലായിരിക്കും. ടേം ഇൻഷുറൻസ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയുമില്ലല്ലോ. അതായത് ITR ഫയൽ ചെയ്യണം, 3 വർഷം ITR ഫയൽ ചെയ്യണ ആളുകൾക്ക്, പിന്നെ നല്ല ആരോഗ്യം വേണം, അതായത് ചെറിയ ഷുഗറോ പ്രഷറോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ടേം ഇൻഷുറൻസ്, കാരണം അത് മെഡിക്കൽ വഴി മാത്രമേ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ബ്ലഡ് ഒക്കെ കുത്തിയെടുത്ത് അവരുടെ എല്ലാ ഹെൽത്ത് ചെക്കപ്പ് കറക്റ്റ് ആയിട്ട് നോക്കണം. ട്രഡീഷണൽ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷം 1 കോടി വരെയൊക്കെ ഒരു 35 വയസ്സ് വരെ ആളുകൾക്ക് ഒരു ടെസ്റ്റും വേണ്ട, ഓൺലി വീഡിയോ മെഡിക്കൽ, ചില കേസിൽ വീഡിയോ മെഡിക്കലും വേണ്ട. 35 വയസ്സ് വരെ 1 കോടി വരെ എടുക്കുന്നതിന് ഒരു മെഡിക്കലൊന്നും വേണ്ട. അത് ആരോഗ്യമുള്ള ആളാണെന്ന് ഞങ്ങളെപ്പോലുള്ള ഏജന്റുമാർ തന്നെയാണ് നോക്കണം. ഏജന്റാണ് തീരുമാനിക്കണം അവർക്ക് അത് എടുക്കാൻ പറ്റുമോ, അവരുടെ ആരോഗ്യം നല്ലതാണോ. ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ ഞങ്ങള് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇപ്പൊ 35 വയസ്സ് വരെ ആൾക്ക്, നല്ല വരുമാനമുള്ള ആൾക്ക് മെഡിക്കൽ വേണ്ട, പക്ഷെ ആൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ കുടുംബത്തിന്റെ ഒരു വരുമാനത്തിന്റെ അനുസരിച്ച്, അവരുടെ സാമ്പത്തികം അനുസരിച്ച്, അതായത് എനിക്ക് ഇത്ര ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന് പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അതിങ്ങനെ എവിടെയെങ്കിലൊക്കെ സേവ് ചെയ്ത് വെക്കാനും പറ്റും. പക്ഷെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇൻകം വന്നെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ, കാരണം നല്ല വരുമാനമുള്ള ഒരാൾ, നല്ല ബിസിനസ് ചെയ്യുന്ന ഒരാൾ ഒരു നിമിഷം അവരുടെ വരുമാനം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ആ എല്ലാം താളം തെറ്റും. അതിനാണ് ഒരു നല്ല ഇൻഷുറൻസ് എപ്പോഴും നമ്മുടെ ഇൻകത്തിന് പ്രൊട്ടക്ഷൻ. അതാണ് ആളുകൾ മനസ്സിലാക്കാത്തത്. ആളുകൾ എൻ്റെ കയ്യിൽ ഇഷ്ടമാതിരി പൈസ ഉണ്ടല്ലോ, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആള് ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ ഇൻകത്തിന് എന്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്. എനിക്കിപ്പോ 1 കോടി ഇൻകം ഒരു കൊല്ലം, അല്ലെങ്കിൽ 2 കോടി ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തിന്റെ പ്രൊട്ടക്ഷനാണ് ഇൻഷുറൻസ്. അതാരും മനസ്സിലാക്കിയാലാണ് ഇത് എല്ലാരും എടുക്കാൻ വരുള്ളൂ. കൂടുതൽ ആളുകൾ അവയർനെസ് വന്നാലും ഞങ്ങളെ പോലെയുള്ള പിന്നെ ഏജന്റ് വേണ്ടല്ലോ, കസ്റ്റമർ നേരിട്ട് ഓൺലൈനിൽ കയറിയിട്ട്. പക്ഷെ ആളുകൾക്ക് അത് അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല എന്തിനാ എടുക്കുന്നത്. അതുപോലെ എൻഡോമെന്റും മണി പ്ലാനും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. എൻഡോമെന്റ് എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്നും പൈസ തരില്ല, അതായത് ബോണസ് ഇട്ട് LIC ഇത്ര വർഷം, ഒരു 5 വർഷം 10 വർഷം 20 വർഷം ആ ടൈമിലെ മെച്യൂരിറ്റി കിട്ടുള്ളൂ. മണി ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പൈസ. ഇപ്പൊ 1 കോടിയുടെ ഒരു പോളിസി അല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്താൽ ഒരു 5 കൊല്ലം 4 കൊല്ലം 2 കൊല്ലം ഒക്കെ 2 കൊല്ലം കഴിയുമ്പോൾ കിട്ടുന്ന പ്ലാനുകളുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാഷ് തന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് വേറെ ഇപ്പൊ പുതിയത് തന്നെ വന്നിട്ടുണ്ട്, സ്ത്രീകൾക്ക് മാത്രം ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. അതിന്റെ ആ പോളിസിക്ക് ഓരോ 2 ഇയർ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ പോളിസിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 25 വർഷം കാലാവധി. അതായത് ഒരു സ്ത്രീയെ കാത്തു രക്ഷിക്കുന്ന ഒരു പോളിസിയാണ്. അത് ചെറിയ വരുമാനമുള്ളവർ ഇപ്പോൾ ഒരു 7 കൊല്ലം, ഏറ്റവും ചെറിയ ടൈം എന്ന് വെച്ചാൽ 7 കൊല്ലം പ്രീമിയം അടിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സമ്മഷ്വേർഡ്, അതായത് എടുക്കുന്ന എമൗണ്ടിൽ നിന്ന് ആളുകൾക്ക് കൊടുത്തോണ്ടിരിക്കും. ഒരു 5 കൊല്ലം എത്തി, 4 കൊല്ലം എത്തി, അങ്ങനെ കൊടുക്കുന്ന പോളിസികൾക്കാണ് മണി ബാക്ക് പോളിസികൾ. ഇൻകം വന്നോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ലാസ്റ്റ് ആ തന്ന പൈസക്ക് കുറച്ചിട്ടാണ് ലാസ്റ്റ് തരുള്ളൂ. മണി ബാക്ക് പോളിസികൾ എല്ലാം അല്ല, കുറച്ച് പോളിസികൾ. ചില പോളിസികൾക്ക് അത് കുറയ്ക്കാതെയും തരണ്ട്. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര ലൈഫ് കവർ നമുക്ക് വേണം എങ്ങനെയാ തീരുമാനിക്കാൻ പറ്റും? അത് തന്നെയാണ് അയാളുടെ ഇൻകത്തിന്റെ, അതായത് ആളുടെ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ 35 ഇരട്ടി വരെ ഇൻഷുറൻസ് എടുക്കാം. അവരുടെ അതും കസ്റ്റമർ തന്നെ തീരുമാനിക്കണം എത്ര ഇൻകം ഉണ്ട്. ഇപ്പൊ എന്നോട് പറയണ എനിക്കിപ്പോ ഒരു 10 ലക്ഷം ഇൻകം ഉണ്ട്, അപ്പൊ ആ 10 ലക്ഷത്തിന്റെ 35 ഇരട്ടി വരെ, ഇപ്പൊ 3.5 കോടി വരെ പോളിസി എടുക്കാലോ. അങ്ങനെയാണ് ആളുടെ എടുക്കണം പ്രൊട്ടക്ഷൻ. അതായത് ഇൻകം എന്തോരം ഉണ്ടായി ഇൻകത്തിനും, പിന്നെ ആളുടെ ആരോഗ്യം വേണം കേട്ടോ. വലിയ പോളിസികൾ എടുക്കുമ്പോ ഞങ്ങൾ നോക്കണത് ആരോഗ്യം ഉണ്ടോന്നാണ്. പൈസ മാത്രം ഉണ്ടായി ഇൻഷുറൻസ് കിട്ടില്ല, അതാണ് പ്രശ്നം. നല്ല പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഇൻഷുറൻസ് എടുക്കാനായിട്ട് ആരോഗ്യം വേണം. ഇൻഷുറൻസും അതുപോലെ നിക്ഷേപവും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ എന്തൊക്കെയാ?
ഇൻഷുറൻസ് LICയിൽ ഇൻഷുറൻസും നിക്ഷേപങ്ങളും കൂടിയ പ്ലാനുകളുണ്ട്. ഇതിൽ മുൻഗണന ഏതിനെങ്കിലും ഇപ്പൊ ചേച്ചി പറയുകയാണെങ്കിൽ അങ്ങനെയുണ്ടോ? അങ്ങനെ LICയിൽ എൻഡോമെന്റ് പ്ലാനുകൾ നല്ല അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് LICയിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇനി കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ പോളിസി അപേക്ഷിച്ച് മ്യൂച്വൽ ഷെയർ മാർക്കറ്റിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ മാർക്കറ്റ് ഷെയർ കൂടുമ്പോൾ കൂടും, കുറയുമ്പോൾ കുറയും. പക്ഷെ എപ്പോഴും ബെനിഫിറ്റ് ഒരു എന്തൊക്കെ കുറഞ്ഞാലും ഒരു 10% കുറഞ്ഞ് ഇന്നൊരു LICയിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനത്തെ പ്ലാനുകളുണ്ട്. അപ്പൊ LICയും അതിനൊരു മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഒരു 6 വർഷം കഴിയുമ്പോൾ തൊട്ട് LIC ഒരു ഗ്യാരണ്ടീഡ് എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ നിക്ഷേപമായിട്ട് വേണ്ടവർക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കാം. പിന്നെ ഇപ്പൊ LICയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടുന്ന പ്ലാനുകളുണ്ട്. 9% ഗ്യാരണ്ടീഡ്. അത് നിക്ഷേപമായിട്ട് എടുക്കാമല്ലോ. കാരണം എന്തൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞാലും കുറഞ്ഞാലും അത് ഗ്യാരണ്ടി ആയിട്ട് ഇത്ര രൂപ. ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഇത്ര വയസ്സിൽ ഒരു എമൗണ്ട് വേണമെന്ന് വെച്ചാൽ അത് കിട്ടിയിരിക്കുന്ന പ്ലാനുകളുണ്ട്. അതായത് ഇത്ര കോടി കിട്ടും. അതായത് ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് കിട്ടുന്ന പ്ലാനുകളുണ്ട്. അതൊക്കെ ഗ്യാരണ്ടിയാണ്. ആളുകൾക്ക് അതാണല്ലോ വേണ്ടത്. അതെ അതെ. ജീവിതത്തിന്റെ ഓരോ ഘട്ടം വെച്ച് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടുപേര് കല്യാണം കഴിച്ചു. അവർ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് പ്ലാനിങ് എങ്ങനെയാണ് വേണ്ടത്? ഇപ്പൊ ഒരു പുതിയ പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരാള് അതാണ് ഒന്ന് മേടിക്കുമ്പോൾ ഒന്ന് ഫ്രീ. അതായത് ഒരാൾക്ക് പോളിസി എടുക്കുമ്പോ ഇപ്പം ഭർത്താവ് പോളിസി എടുത്ത ആൾക്ക് മാത്രം പ്രീമിയം അടച്ചാൽ മതി. പക്ഷെ ഭാര്യയ്ക്കും അതേ കവറേജ് LIC ഫ്രീ കൊടുക്കും. അപ്പൊ ആ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും ഇപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞു എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ആ ഭാര്യയ്ക്ക് പോളിസി പിന്നെ പ്രീമിയം അടയ്ക്കണ്ട. അപ്പൊ തന്നെ ഒരു എമൗണ്ട് കൊടുക്കും. പിന്നെ മന്ത്ലി ഒരു എമൗണ്ട് ഒരു 10 വർഷം വരെ പോളിസി എത്ര കാലാവധിയാണോ അത്രയും നാളും ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഒരു മെച്യൂരിറ്റിയും കിട്ടും. അത് പിന്നെ അത് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും കവറേജ്. അതായത് ഭാര്യയും ജീവിച്ചിരിക്കുകയാണെങ്കിൽ മെച്യൂരിറ്റി ഈ സമ്മർഷേഡ് പ്ലസ് ബോണസ് ഇട്ട് പരിപാടി തീരും. എത്രത്തോളം അത്യാവശ്യം അങ്ങനെയുള്ള ന്യൂലി വെഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്? നല്ല ആവശ്യമാണ്. കാരണം അവർക്കല്ലേ അന്നേരമല്ലേ ക്യാഷ് കയ്യിലുള്ളതും ആരോഗ്യമുള്ളതും. ആ സമയത്താണ് ശരിക്കും ഇൻഷുറൻസ് എടുക്കേണ്ടത്. പുതിയ കുട്ടികളാണ് കല്യാണം കഴിയുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യവും ക്യാഷും ഉള്ള സമയമാണ്. ആ സമയത്ത് തന്നെയാണ് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം. അതുപോലെയാണ് പിന്നെ ഒരു സ്റ്റേജ് ലൈഫിൽ എന്ന് പറയുന്നത് എപ്പോഴും പാരന്റ്സ് ആവാന്നുള്ളതാണ്. അപ്പൊ ഈ പുതിയ മാതാപിതാക്കള് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടത് എത്ര ആവശ്യമാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? അത് ഇപ്പൊ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ ആ കുട്ടികളുടെ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഇപ്പൊ പ്രധാനം. അപ്പൊ ആ വിദ്യാഭ്യാസ സമയത്ത് ഒരു പൈസ ഇടവേളകളിൽ ഇങ്ങനെ ഇപ്പൊ കുട്ടിക്ക് 5 വയസ്സ് തൊട്ട് കുട്ടിക്ക് 22 വയസ്സ് വരെ 25 വയസ്സ് വരെയും കിട്ടുന്ന പ്ലാനുകളുണ്ട്. അതായത് ഉയർന്ന വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 25 വയസ്സൊക്കെ ആകുമ്പോഴാണല്ലോ പുറത്തൊക്കെ പഠിക്കാനൊക്കെ പോണ സമയത്താണ് 1 കോടിയും 80 ലക്ഷം 2 കോടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എമൗണ്ട് നമ്മൾ ചെയ്താൽ അവർക്കതൊരു അന്നേരം അവർക്ക് ടെൻഷൻ അടിക്കണ്ട. ആ സമയത്ത് അവരൊരു ബാങ്കിങ് ലോണിനൊക്കെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾ പുറത്തു പോകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഒരു ടെൻഷൻ ഫ്രീ. പിന്നെ ഒന്നെന്ന് പറയുന്നത് സ്ത്രീകളുടെ കാര്യമാണ്. സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ഇൻഷുറൻസ് എത്രമാത്രം സഹായകമാകുന്നുണ്ട്? സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ ഒരു ചെറിയ ടൈമില് ഒരു 7 വർഷം തൊട്ട് ഒരു 15 വർഷം വരെയും പ്രീമിയം അടയ്ക്കാവുന്ന ഒരു പ്ലാനാണ് വന്നേക്കണത്. അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ആ പ്ലാൻ. അപ്പൊ 7 വർഷം അടച്ച പിന്നെ ഒന്നും അടയ്ക്കണ്ട. 25 വർഷം വരെ ആ സ്ത്രീയെ കാത്തുരക്ഷിക്കുന്ന ഒരു പ്ലാൻ. അതായത് ഒരു സഹായി പണം വന്ന ഒരു ഫണ്ട് അവിടെ മാറ്റി വെക്കാൻ 7 വർഷവും കൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഓരോ 2 ഇയർ ഓരോ 2 വർഷം കൂടുമ്പോൾ ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും. അതൊന്നും കുറയ്ക്കാതെ തന്നെ 25ാമത്തെ വർഷം അവൾക്കൊരു വലിയൊരു എമൗണ്ട്, ഇപ്പോൾ വലിയ നല്ല എമൗണ്ട് ഒക്കെ അടക്കുന്ന ആൾക്കൊരു വലിയ എമൗണ്ട് കിട്ടുമ്പോൾ അന്ന് അവർക്ക് വല്ല പെൻഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാലോ ആ സമയത്ത്. അതുപോലെയാണ് പ്രായമായ മാതാപിതാക്കളുടെ കാര്യം. അവർക്ക് പെൻഷൻ അവർക്ക് അതായത് നേരത്തെ അവർക്ക് ഇനി എടുക്കാൻ പറ്റിയില്ല, പ്രായമാകുമ്പോൾ അവർക്ക് അതിലൊരു ബൾക്കായിട്ടൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ പിറ്റേ മാസം തൊട്ട് പൈസ കിട്ടുന്ന പ്ലാനുകളുണ്ട്. ഇപ്പൊ ഒരു 60 വയസ്സായ ഒരാള് ഇപ്പൊ ഒരു എമൗണ്ട് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെ ഇടുവാണെങ്കിൽ ആൾക്ക് പിറ്റേ മാസം തൊട്ട് പൈസ കിട്ടുകയും ചെയ്യും. പിന്നെ ആൾക്ക് 75ാമത്തെ വയസ്സിലെ ആളുണ്ടെങ്കിൽ ആ ഇട്ട പൈസ ഫുൾ തരും. ഒരു പൈസ LICയിലില്ല, പക്ഷെ ആൾ എത്ര കാലം ജീവിച്ചിരുന്നു അത്രയും നാളും പെൻഷൻ കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ട് LICയിൽ. അങ്ങനെ ഒത്തിരി പെൻഷൻ പ്ലാനുകൾ ഉണ്ട് LICയിൽ, ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നത്. അതായത് ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എത്ര രൂപ വേണമെങ്കിലും എത്ര കോടി വേണമെങ്കിലും നമുക്ക് വിശ്വസിച്ച് LIC ഓഫ് ഇന്ത്യയിൽ എത്ര കോടി ആണെങ്കിലും എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ അതിന് ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ.
പൊതുവെ പറയാറുണ്ട് 20കളിലൊക്കെ പെൻഷൻ പ്ലാൻ തുടങ്ങണം എന്ന്. പലരും ചിന്തിക്കില്ലല്ലോ 20ൽ ജോലിയിൽ പോലും പ്രവേശിക്കുന്നത്. ഇപ്പൊ എല്ലാവരും 25ലേക്കൊക്കെ എത്തുമ്പോഴാണ് PG ഒക്കെ കഴിയുക അല്ലെ? 20കളിൽ പെൻഷൻ പ്ലാനിനെ പറ്റി ആലോചിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താ? 20കളിൽ പെൻഷൻ പ്ലാൻ എടുക്കുമ്പോൾ ചെറിയ എമൗണ്ട് മാറ്റിയാൽ മതി. അതായത് നമ്മളിപ്പോ 60 വയസ്സായി പോകുമ്പോഴത്തേക്ക് 1 കോടി 50 ലക്ഷം 10 ലക്ഷം 5 ലക്ഷം ഒക്കെ ഇടണത് 20കളിൽ ഇടുമ്പോൾ ചെറിയ പ്രീമിയം അടച്ചാൽ മതി. അപ്പൊ കുറെ ലോങ് ടൈം വെക്കാലോ. ആ ലോങ് ടൈം വെക്കുമ്പോ ഒരു വലിയ എമൗണ്ട് ബൾക്കായിട്ട് അവിടെ വരും. മറ്റേ മ്യൂച്വൽ ഫണ്ട് കണക്കുള്ള പ്ലാനുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത കോടികളായിരിക്കും ആ സമയത്ത് തന്നെ. അതാണ് ചെറിയ എമൗണ്ട് മാറ്റാൻ പറ്റും. അങ്ങനെ വരുമാനം കുറവാണല്ലോ, അതാണ് ചെറിയ പ്രായത്തിൽ തുടങ്ങണം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചേച്ചി പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ റിട്ടയർമെന്റ് പ്ലാൻ എങ്ങനെയായിരിക്കും? ഒരു സിമ്പിൾ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു 5 വർഷം അടച്ചിട്ട് അല്ലെങ്കിൽ ഒരു 10 വർഷം അടച്ചിട്ട് എവരി ഇയർ കിട്ടണ റിട്ടയർമെന്റ് പ്ലാൻ ഉണ്ട്. അല്ല മന്ത്ലി നെക്സ്റ്റ് മന്ത് തൊട്ട്. അത് 2 സൈസ് ഉണ്ട്. ഒന്ന് മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ ഉണ്ട്, ഒന്ന് ഗ്യാരണ്ടീഡ് പ്ലാൻ ഉണ്ട്. ഇപ്പൊ എനിക്കിനി മാർക്കറ്റ് ലിങ്ക്ഡ് പ്ലാൻ എന്ന് പറയുമ്പോൾ പെൻഷൻ ആയി കഴിയുമ്പോൾ അത് മാറും. അതായത് ഇപ്പൊ ഒരു 10 വർഷം ആൾ അടച്ചു കഴിഞ്ഞിട്ട് 11ാമത്തെ വർഷം തൊട്ടൊക്കെ എല്ലാ മാസവും പൈസ കിട്ടും. ഇപ്പൊ ചെറിയ ആള് പ്രായം കുറവാണെങ്കിൽ അവർക്ക് 20 വർഷമൊക്കെ കാലാവധി വയ്ക്കാം. അപ്പൊ മാർക്കറ്റിൽ എന്തൊക്കെ ഫ്ലക്സേഷൻ വന്നാലും ഒരു 10% എന്തായാലും കിട്ടും. അങ്ങനത്തെ ഒരു പ്ലാനാണ് LICയിൽ പുതിയത് വന്നിട്ടുണ്ട്. മണി അതിന്റെ ആ എമൗണ്ട് നമുക്കൊരു വലിയ എമൗണ്ട് ആയിട്ട് വരുമ്പോൾ അതൊരു ചെറിയ മന്ത്ലി നമുക്ക് കിട്ടുമ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. കാരണം ലോങ് ടൈം കിടക്കുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. LICയുടെ ഒരു സേവിങ്സ് പ്ലാനിനെ കുറിച്ച് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്തൊക്കെയാ ഇപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പൊ പുതിയതായിട്ട് LICയിൽ ഒരു നല്ലൊരു പ്ലാൻ വന്നിട്ടുണ്ട്, നവജീവൻ ചിട്ടി പ്ലാൻ. അതായത് ഏറ്റവും ഷോർട്ട് എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തെ പ്ലാൻ 6 കൊല്ലം. അതായത് ഒരു 10 കൊല്ലം പോളിസി അടച്ച ടേം എടുത്ത ഒരു 6 വർഷം കൊണ്ട് അടയ്ക്കാം. 6 വർഷം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും അവനൊരു ചിട്ടി പോലെ, അതായത് ചിട്ടി ഫണ്ട് എന്ന് പറയുന്നത് അതാണ്. വേണമെങ്കിൽ അവർക്ക് വിളിച്ചെടുക്കാം. ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ വീത പലിശ കിട്ടും. അവർക്കൊരു 7.5 ലക്ഷമൊക്കെ പ്രീമിയം അടയ്ക്കുന്നുള്ളൂ. അപ്പൊ ചിട്ടിക്കെന്ന് പറയുമ്പോൾ ടാക്സ് അങ്ങനെയൊക്കെ ഉണ്ട്. LICയിൽ ഒരു 5 പൈസ ടാക്സ് ഇല്ല. എത്ര കോടി വന്നാലും അതിനൊരു ടാക്സും കൊടുക്കണ്ട. എനി ടൈം ചിട്ടി പോലെ വിളിച്ചെടുക്കാവുന്ന ഒരു പ്ലാൻ നവജീവൻ ചിട്ടി പ്ലാൻ. അത് ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന് പുതിയതായിട്ട് വന്നേക്കുന്നത്. അതായത് അത് 6 വർഷം തൊട്ട് 15 വർഷം വരെയും ടേം ഉണ്ട്. 20 വർഷം വരെയും ടേം വയ്ക്കാം. അടവ് 6 തൊട്ട് 15 വേണം. അപ്പൊ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്, അതായത് ഇനി കൊല്ലം കൂടുതൽ വേണോ, അത് 9% ഏറ്റവും ഉയർന്ന പലിശ. ഈ ഇപ്പൊ എവിടെയും പലിശയൊക്കെ കുറഞ്ഞ സാഹചര്യത്തിൽ ഈ പ്ലാനിന് നല്ല മാർക്കറ്റിംഗാണ്. 9% ഗ്യാരണ്ടീഡ് കിട്ടുന്ന ഒരു പ്ലാൻ നവജീവൻ ചിട്ടി പ്ലാൻ. അത് നല്ല മാർക്കറ്റിംഗ് പ്ലാൻ. ഇപ്പൊ എല്ലാവരും വേണം എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അതായത് ഷോർട്ട് ടൈം വേണമെന്നുള്ള ആളുകൾക്ക് നവജീവൻ ചിട്ടി, അതായത് ചിട്ടി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഷോർട്ട് ടൈം ആണല്ലോ. അപ്പൊ 6 വർഷമാണ് ആ പ്ലാനിന്റെ അടവ്, 10 വർഷം കാലാവധി. 6 വർഷം കഴിഞ്ഞ് എപ്പോ വേണമെങ്കിലും അവർക്ക് പിൻവലിക്കാം. അതായത് എനിക്ക് ഇപ്പൊ പൈസ വേണമെന്ന് വെച്ചെടുക്കാം, അതെല്ലാം ഫുൾ വേണ്ടെങ്കിൽ കുറച്ചായിട്ട് എടുക്കാവുന്ന ഇതിലുണ്ട്. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വലിയൊരു എമൗണ്ട്, അതായത് 6 വർഷം അടച്ചു കഴിഞ്ഞിട്ടും എവരി ഇയർ LIC അതിലേക്ക് ഒരു ഫണ്ട് കസ്റ്റമർക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു ബോണസ് അടയ്ക്കാത്ത സമയത്ത്. അത് അടയ്ക്കുന്ന പൈസയ്ക്ക് അനുസരിച്ച് LIC കൊടുക്കുന്നത്, ഒരു ടാക്സും ഇല്ലാതെ. ഇനി 12 വർഷം കഴിഞ്ഞ് 6 വർഷം അടച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇട്ട 20 വർഷം വേണമെങ്കിൽ ടേം വയ്ക്കാം. ഏറ്റവും ഉയർന്നത് 20 വർഷം വരെ തരുള്ളൂ. കാരണം ഇപ്പൊ പൊതുവെ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലാനിന് ഇങ്ങനെ 9% ഗ്യാരണ്ടീഡ് കൊടുക്കാന്ന് പറയണത് LIC പോലെയുള്ള സ്ഥാപനങ്ങൾക്കേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്ലാനാണ്. അതായത് ഷോർട്ട് ടൈം ഉണ്ടല്ലോ, ഇപ്പൊ 6-10 ഏറ്റവും കൂടുതൽ വിറ്റ് പോണതാ. അതായത് ചിട്ടി കൺസെപ്റ്റ്. എനിക്ക് ആ പ്ലാൻ വേണം എന്ന് പറഞ്ഞ് കസ്റ്റമർ വിളിക്കണ്ടേ, നമ്മളിങ്ങനെ വോയിസ് ഇട്ട് കൊടുക്കും, ഇങ്ങനെ ഒരു പ്ലാൻ വന്നിട്ടുണ്ട്, അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ അങ്ങനെ നല്ല മാർക്കറ്റിംഗ് പ്ലാനാണ് ആ പ്ലാൻ. ഇപ്പൊ ഒരു കുടുംബത്തിന് വ്യക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക പദ്ധതി എന്തുകൊണ്ടാണ് ഒരു ആവശ്യകതയായിട്ട് മാറുന്നത്? ഇപ്പൊ പ്രളയത്തിൽ ഇപ്പൊ ഒരു എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്കിടെ ഒരു സഹോദരൻ ഉണ്ടാവാം, സഹോദരി ഉണ്ടാവാം, അമ്മയുണ്ടാവാം, അച്ഛനുണ്ടാവും. ഒത്തിരി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടാവും ഒരേ വീടുകളിൽ. അവരുടെ വീടില്ല, എല്ലാ സാധനങ്ങളും ഒലിച്ചുപോയി. അങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു ആപൽഘട്ടത്തിൽ ഒരു ഇൻഷുറൻസിന് ഭയങ്കര പ്രസക്തി തന്നെയാണ്. കാരണം ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ വീടിന് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും. ഇപ്പൊ നമ്മളുടെ ജീവന് മാത്രമല്ല എല്ലാത്തിനും ഒരു ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. കാരണം ഒരു വരുമാനമുള്ള ഒരാളുടെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാം, ഒരു ആക്സിഡന്റ് വഴിയാവാം,
അപ്പം ഒരു ആക്സിഡന്റ് വഴി ഒരു ആളില്ലാതെ വന്ന ആ ആൾക്ക് കുടുംബത്തിന് പെട്ടെന്ന് തന്നെ LIC ഇപ്പം ഈ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ ആളും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒരു എമൗണ്ട് പെട്ടെന്ന് തന്നെ ഏജന്റ് അവിടെ നിന്ന് വിളിച്ചു പറയുന്ന സമയം തന്നെ അവരുടെ നോമിനിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് വഴി ഇങ്ങനെയുള്ള അപകടഘട്ടങ്ങളിൽ അവർക്ക് മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര ഒരു ആശ്വാസം. ഇനി നമ്മൾ തന്നെ ആള് ഒരു ആക്സിഡന്റ് വഴി മരിക്കണം എന്നൊന്നുമില്ല, ആള് ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും ആ ആൾക്ക് മന്ത്ലി ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി ആണെങ്കിൽ എല്ലാ മാസവും ഒരു 8,000 വെച്ച് ഒരു 10 വർഷം LIC അവന്റെ വീട്ടിലേക്ക് കൊടുക്കും. പ്രീമിയം LIC അടയ്ക്കും. പ്രീമിയം അടയ്ക്കാതെ തന്നെ ഈ 10 lakhs പ്ലസ് ബോണസ് LIC കൊടുക്കും. അത്രയും ഇൻഷുറൻസിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രസക്തി ഉണ്ട്. ഓണക്കാലമാണ്. അപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട് LIC എന്തൊക്കെയാണ് ഓഫറുകൾ വെച്ചിട്ടുള്ളത്? ഇപ്പൊ പുതിയതായിട്ട് LIC ഒരു പ്ലാൻ ഇറക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും ഉള്ളൊരു പ്ലാനാണ്. ഒരാളെടുത്ത ഒരാൾക്ക് ഫ്രീ, ഒരാൾ പ്രീമിയം അടച്ചാൽ മതി. ലൈഫ് ലോങ് അവർക്ക് എത്ര കൊല്ലാണോ കവറേജ് വേണ്ട അത്രയും കൊല്ലം LIC കവറേജ് തരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു LIC ഫീൽഡിലുണ്ടായ ഒരു വിഷമ സംഭവം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരു 40 പേരടങ്ങിയ ഒരു സമൂഹത്തിന് ഇൻഷുർ ചെയ്തപ്പോൾ ഒരാൾ മാത്രം അതിൽ നിന്ന് മുങ്ങി. അപ്പൊ ഞങ്ങളെല്ലാവരും എഴുതി കഴിഞ്ഞപ്പോൾ ഈ ആളെ കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞ ആള് പോയി. അപ്പൊ ഞാൻ ആളുടെ വീട് തേടി പിടിച്ച് അവിടെ ചെന്നപ്പോൾ അവർക്ക് സാമ്പത്തികമില്ല, വാടകയ്ക്ക് താമസിക്കണം. അപ്പൊ 2 ചെറിയ കുട്ടികൾ. അപ്പൊ അതിന്റെ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് എന്തായാലും വാടകയൊക്കെയാണ്, വരുമാനമൊന്നുമില്ല, അപ്പൊ നമ്മൾ ഈ LIC എങ്കിലും നമ്മൾ ചേർന്ന് അതെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അന്നാ ഓക്കെ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആ പോളിസി അർപ്പിച്ചു. ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്ക് മാത്രം ആ 40 പേരിൽ ഈ ആൾക്ക് ക്യാൻസർ വന്നു. പക്ഷെ നല്ലൊരു സമൂഹമായിരുന്നു ആ 40. ഇവരൊരു ഹെഡ് ലോഡ് വർക്കർ ഉണ്ട്. അപ്പൊ അവര് ഇയാളുടെ പ്രീമിയം ബാലൻസ്, അതായത് ഇങ്ങനെ ക്യാൻസർ വന്ന് തുടക്കം തന്നെയായിരുന്നു, പക്ഷെ കൂടിപ്പോയായിരുന്നു, അറിഞ്ഞപ്പോഴത്തേക്കും കൂടിപ്പോയായിരുന്നു. ആ പ്രീമിയം 2-3 പ്രീമിയം ഇവർ തന്ന് ആ ആൾക്ക് അപ്പം തന്നെ ഒരു 4 ലക്ഷം രൂപ കൊടുത്ത് പിന്നെ എവരി ഇയർ 22,000 രൂപ വെച്ച് LIC കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ആ കുട്ടിയുടെ മെച്യൂരിറ്റിയിലും ആ സമ്മർഷയുടെ പ്ലസ് ബോണസ് LIC കൊടുക്കും. അവർക്ക് അത് ഇപ്പോഴും ഭയങ്കര, അതായത് ആ കുടുംബത്തിനൊരു ഭയങ്കര ആശ്വാസം തന്നെയായിരുന്നു ആ LIC. അപ്പൊ പലർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. പല സ്ഥലത്തും ആളുകൾ ഇപ്പൊ ഇങ്ങനെ പറയണ ചില വേറെ ഒരു അനുഭവം, ഒരാള് പോളിസി എടുത്തപ്പോ അതിന്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പാടില്ല, അപ്പൊ നമ്മൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറഞ്ഞില്ല, നമ്മൾക്ക് എടുക്കാം, ഇൻഷുറൻസ് എടുക്കണേ, നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഇതല്ലേ, എടുക്കാം. അപ്പൊ എടുത്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് മഞ്ഞപ്പിത്തം വന്നു, ആള് മരണപ്പെട്ടു. ഈ എടുക്കണ്ട എന്ന് പറഞ്ഞ ഭാര്യയാണ് എന്നെ ആദ്യം വിളിച്ചിട്ട് LICയുടെ പൈസ എന്നാ കിട്ടണേ, ആ LICയുടെ പ്രീമിയം അവര് ആ എമൗണ്ട് കിട്ടിയത് കൊണ്ടാണ് 2 കുട്ടികൾക്കും ആ വീടിനും ഒരു ഉപകാരപ്രദമായത്. വലിയൊരു എമൗണ്ട് ആയിരുന്നു. കാരണം ആർക്കും അറിയില്ലല്ലോ നാളെ എന്താ വരണേന്ന്. ആളുകളെല്ലാം ഇന്നിപ്പോ നല്ല എമൗണ്ട് ഉണ്ട്, അതും കണ്ട് ജീവിതം അങ്ങനെ സന്തോഷമായിട്ട് എപ്പോഴും ഒരു സന്തോഷത്തിനൊരു ദുഃഖം ഉണ്ടാവും. ആ സന്തോഷം ഉള്ളപ്പോൾ എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ അവര് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. അതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു എന്താ പറയണ, വീടുകളിൽ ചെന്ന് പറഞ്ഞിട്ടാണല്ലോ ആളുകളെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കണം, അതിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റി LICയുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.